ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. ഉള്ളൊഴുക്കുന്ന മലയാള സിനിമയ്ക്ക് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇത് രണ്ടാം തവണയാണ് ഉർവശിക്ക് സഹനടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. ആദ്യത്തെ സിനിമ അച്ചുവിൻ്റെ അമ്മ. പ്രത്യേകിച്ച് മലയാള സിനിമയെ സ്നേഹിക്കുന്ന, ഉർവശിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഉർവശിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന്, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു. പാർവതി തിരുവോത്തും ഉർവശിയും അഭിനയിച്ച ഉള്ളൊഴുക്കുന്ന ചിത്രം ബോക്സ് ഓഫീസ് വിജയം നേടി. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മരുമകൾക്കും അവളുടെ അമ്മായിയമ്മയ്ക്കും ഇടയിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് പരിശോധിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 6 തവണ ബെസ്റ്റ് ആക്ട്രസ്സായി ഉർവശിയെ തെരഞ്ഞെടുത്തു. കൂടാതെ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവാർഡ് 2 പ്രാവശ്യവും ഫിലിം ഫെയർ അവാർഡ് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ 3 പ്രാവശ്യവും ഉർവശി തേടി. 702 സിനിമകളിൽ അഭിനയിച്ച ഉർവശിക്ക് എന്തുകൊണ്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നില്ല? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ ചില ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മലയാളികളെ സ്നേഹിക്കുന്ന, മലയാള സിനിമയെ സ്നേഹിക്കുന്ന, മലയാള ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സംശയമില്ലേ? നമുക്ക് ഉർവശിയുടെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ടവര് പറയാൻ പോകുന്നത് അതെങ്ങനെ പിന്നെ 2 മികച്ച നടികൾക്ക് അവാർഡ് പങ്കുവെക്കാമെന്നിരിക്കുക, അതെങ്ങനെ സഹനടിയാവും എന്നുള്ള ചോദ്യങ്ങളല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ചോദിക്കുന്നത്. ഒരു സഹകഥാപാത്രം മാത്രമല്ലല്ലോ ചെയ്തത്. ഈയിടെ അന്തരിച്ചു പോയ ഒരു മഹാനടിയായിരുന്ന സരോജാദേവി അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് വാദിച്ചതാണെന്ന്. നിനക്ക് വേണ്ടി ഒരുപാട് വാദിച്ചു, പക്ഷെ ഇതിനകത്തുള്ള രാഷ്ട്രീയം എനിക്കറിയത്തില്ല. ആ ലോപിക്കകത്ത് പെടാൻ എനിക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. സൗത്തിൽ നിന്ന് വന്ന ഒരു പഴയ നടിയല്ലേ എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ പല പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.